സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ ഇതുവരെ കണ്ടത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതിൻ്റെ ലിമിറ്റേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ലോയ്ക്ക് അതൊരു കൺസർവേഷൻ ഓഫ് എനർജി ലോയാണ്. പക്ഷേ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, വി ക്യാൻ സീ ദാറ്റ് ഹീറ്റ് ഈസ് ഫ്ലോയിങ് ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി. ഒരു ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചത് നടക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ലോ വെച്ചിട്ട് നമുക്കത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതൊരു സെക്കൻഡ് ലോ ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. സെക്കൻഡ് ലോ യൂസ് ചെയ്ത് വി ക്യാൻ എക്സ്പ്ലെയിൻ വൈ ദർ ഈസ് ഹീറ്റ് ഫ്ലോ only from a hot body to a cold body. You can see a hot coffee get cooled after some time. അതായത് ആ ഹീറ്റ് ആ ഹോട്ട് കോഫീന്ന് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് ഫ്ലോ ചെയ്യുകയാണ്. ഒരിക്കലും സറൗണ്ടിങ്സിൽ നിന്നുള്ള ഹീറ്റ് ഒരിക്കലും ഈ കോഫിയിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് അറിയാം, നമുക്കൊരു ഇലക്ട്രിക് വയറിലൂടെ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് കൺവേർട്ടഡ് ടു ഹീറ്റ്. ആ വർക്ക് മുഴുവൻ നിങ്ങൾക്ക് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഹീറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത്രയും വർക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഫസ്റ്റ് ലോ അനുസരിച്ച് വർക്കും ഹീറ്റും ഈക്വലൻ്റാണ്. അപ്പോൾ സെക്കൻഡ് ലോ ഉപയോഗിച്ച് മാത്രമേ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ടാണ് ഈ ഹീറ്റ് നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത്? This can be explained only using second law of thermodynamics. You can see that ഇപ്പോൾ നമ്മൾ ഈ ഒരു പുള്ളി താഴോട്ട് പോകുമ്പോൾ ഒരു പാഡിൽ വർക്ക് ഇതിൻ്റെ അകത്തുള്ള ഗ്യാസിൽ ചെയ്യുന്നുണ്ട്. ഈ വർക്ക് നേരെ ഹീറ്റായിട്ട് മാറ്റാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഇത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ആ ഹീറ്റ് നേരെ നിങ്ങൾക്ക് ഈ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഫസ്റ്റ് ലോ വെച്ചിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് നമുക്കറിയാം അതൊരിക്കലും നടക്കുന്നില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഉപയോഗിച്ച് യു ക്യാൻ ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് പ്രോസസ്സ്. അപ്പോൾ ഇത് പ്രോസസ്സ് ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ക്വാളിറ്റി ഓഫ് എനർജി. എനർജിയുടെ ക്വാളിറ്റി, എല്ലാ എനർജിയും ഈക്വൽ അല്ല. ചില എനർജിക്ക് കൂടുതൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് ക്വാളിറ്റി ഓഫ് എനർജിയാണത്. സോ ഡിറ്റർമൈൻസ് ദ എഫിഷ്യൻസി ഓഫ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ എഞ്ചിനീയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹീറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, അതിൻ്റെയൊക്കെ എഫിഷ്യൻസി, COP, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സെക്കൻഡ് ലോ ആണ് യൂസ് ചെയ്യുന്നത്.